നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മാറ്റുലി 90.4 അൽസൈമേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി WMOIG ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകർ നടത്തുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജീവിത ജ്യോതി, WMOIG കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപികയാണ്. എന്റെ പേര് അമയ ദിനേശ്. ഞാൻ ബിന്ദുജ. ഞാൻ അഞ്ജു. എന്റെ പേര് വിനയ. ഞാൻ WMOIG കോളേജിലെ സൈക്കോളജി വിഭാഗം അധ്യാപികയാണ്. നമുക്കറിയാം, അൽസൈമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചുറ്റും ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്കതിനെപ്പറ്റി കാര്യമായൊരു ധാരണയില്ല. അതായത് ഇപ്പം കിഷ്കിന്ധാകാന്ഡം പോലുള്ള ഒരു മൂവിയിലൂടെ അല്ലെങ്കിൽ തന്മാത്രേ എന്നൊരു മൂവിയിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റിയൊരു ധാരണയുള്ളത്. എന്തുകൊണ്ട്, എങ്ങനെ സംഭവിക്കുന്നു, അതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. അപ്പം അതിനോടനുബന്ധിച്ചാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പരിപാടി നടത്തുക. അപ്പോ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ, എന്താണ് അൽസൈമേഴ്സ് എന്ന് പറയുന്നത്? അൽഷൈമേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്ത ഒരു അവസ്ഥയാണ് എന്ത് അൽഷൈമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ മോഹൻലാലിന്റെ ഫിലിം ഉണ്ടായിരുന്നല്ലോ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഇപ്പൊ ചെയ്ത കാര്യം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓർമ്മയില്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഓരോ ഇന്നത്തെ തീയതി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്താ, അവരുടെ അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവർക്ക് ഓർമ്മയിൽ നിൽക്കാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവർക്ക് പയ്യെ സ്ലോലി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെമ്മറിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തയിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ മാറുന്നത്. പിന്നെ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് മൊത്തത്തിൽ അറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ പ്രായത്തിൽ ഏജ്ഡ് ആവുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അൽഷൈമേഴ്സ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം പ്രായം കൂടുതലാവും തോറും അവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരുന്ന അംലിയോയിഡ് ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞ ബീറ്റ അംലിയോയിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡെപ്പോസിഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്രെയിനിൽ നെർവ്സിന്റെ ഒരു ഇന്ററാക്ഷൻ, നമ്മൾ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അൽഷൈമേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഇത് അതിന്റെ കാരണങ്ങളാണ് അല്ലെ. അപ്പം ഇതൊരു സാധാരണക്കാരന് ഒരു പക്ഷേ നമുക്ക് പറഞ്ഞു വളരെ മുതിർന്ന ആൾക്കാരിലാണ് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പൊ ഒരു സാധാരണക്കാർക്ക്, എന്റെ പാരന്റിന് അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾക്ക് ഈ രോഗമുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ പാരന്റ്സിന് അത് ഉണ്ടോ? പ്രായമാകുമ്പം എന്റെ പാരന്റ്സ്, ഇപ്പം എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുന്നതാണ് ഒരു ഓർമ്മക്കുറവൊക്കെ എല്ലാവരിലും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാ ഓർമ്മക്കുറവും അൽസൈമേഴ്സ് അല്ല എന്ന് നമുക്കറിയാം. അപ്പം എങ്ങനെയാണ് അത് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? ഇതിന്റെ ഒരു പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മറവി തന്നെയാണ്. അതായത് അടുത്തിടെ നമ്മളൊരു വീട്ടിലാണെങ്കിൽ അടുത്തിടെ നമ്മൾ വെച്ച ഒരു സാധനം എവിടെയാണെന്ന് അറിയാതിരിക്കുക, അത് മുമ്പ് നമ്മൾ സഞ്ചരിച്ച വഴികൾ മറന്നു പോവുക, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ പേര് മറന്നു പോവുക. ഇങ്ങനെയുള്ള മറവിയിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും 65 വയസ്സിന് മുകളിൽ ആളുകളാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷേ 30 വയസ്സ് മുതൽ 65 വയസ്സുള്ള ആളുകൾക്ക് ഇത് വരാം സാധ്യതയുണ്ട്. സോ ഇനീഷ്യൽ സിംറ്റംസ് ആയിട്ട് നമ്മൾ ഇവയൊക്കെയാണ് പറയുന്നത്. കുറച്ചും കൂടിയും സിവിയർ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഓർത്ത് ചെയ്യാൻ പറ്റാതിരിക്കുക, ആളുകളോട് ഇടപഴകാൻ പറ്റാതിരിക്കുക, അതുപോലെ ഒറ്റപ്പെടൽ അനുഭവിക്കുക, ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മൾ സഞ്ചരിച്ചു പോയ വഴി തിരിച്ചു വരാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോ ഇത്തരം രോഗലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് അൽസൈമേഴ്സിൽ കണ്ടുവരുന്നത്. ഇനി ഈ അൽസൈമേഴ്സിന്റെ കൂടെ വരുന്ന കുറച്ച് രോഗങ്ങൾ ഉണ്ടാവും അല്ലെ, അതായത് കോമോർബിഡ് ആയിട്ട് വരുന്നതെന്ന് നമ്മൾ പറയും, ക്ലിനിക്കൽ ടേം ആണ്. അതായത് ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ഒപ്പം അൽസൈമേഴ്സ് വരാം, അതുപോലെ തന്നെ അൽസൈമേഴ്സിന്റെ ഒപ്പവും മറ്റു രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്, വാർദ്ധക്യ സഹജമായ ഫിസിക്കലായിട്ടുള്ള രോഗങ്ങളല്ലാതെ തന്നെ. അപ്പൊ അത്തരം രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്നും നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു അൽഷൈമേഴ്സ് വരുന്ന ആളുകൾക്ക് പലപ്പോഴും നമുക്ക് ഈ ഒരു നീണ്ടു നിൽക്കുന്ന മറ്റു രോഗങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് ചിലതെന്ന് പറഞ്ഞാൽ ഈ ഒരു അൽഷൈമേഴ്സ് വരാനുള്ള കാരണങ്ങളാവാം, മറ്റു ചിലത് ഈ ഒരു രോഗത്തിന്റെ കൂടെ ഒപ്പം വളർന്നു വരുന്ന രോഗങ്ങളാവാം.
ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയരോഗങ്ങൾ, നമ്മുടെ ഹാർട്ട് ഡിസീസസ്. ഇതിൽ നമ്മുടെ ഹൈ BP വരാം, അതുപോലെ തന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഡിസീസ് ഒക്കെ വരാം. അപ്പോൾ ഈ ഒരു രോഗം ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മളുടെ ഈ ഒരു രക്തക്കുഴലുകൾ, നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകളിലേക്കുള്ള ആ ഒരു രക്തവും ഓക്സിജനും ഒക്കെ കുറവായിട്ട് വരും. അപ്പൊ ഇത് നമ്മളുടെ ഈ ഒരു തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ആളുകൾക്ക് അവരുടെ ഓർമ്മയും ചിന്തയും ഒക്കെ കുറയാം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ ഒരു ആളുകളിൽ അൾഷിമേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ള ആളുകളിൽ ഈ ഒരു ഷുഗറിന്റെ അളവ് കൂടുതലാവുമ്പോൾ ഈ ഷുഗറിന്റെ അളവ് നമ്മളുടെ ഈ ഒരു രക്തക്കുഴലുകളുടെയും അതുപോലെ തലച്ചോറിന്റെയും പ്രവർത്തനത്തേക്ക് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു അൾഷിമേഴ്സ് ഡിസോർഡർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്ന ഒന്നാണ് നമ്മുടെ ഡിപ്രഷൻ. ഇപ്പോൾ സ്ഥിരമായി എല്ലാവർക്കും കാണുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥിരമായുള്ള ദുഃഖം, വിഷാദം, അതുപോലെ നമ്മുടെ മനസ്സിന്റെ ഈ ഒരു താഴ്ന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അൾഷിമേഴ്സ് ഉള്ള ആളുകൾക്ക് അതിന്റെ കൂടെ വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഒബസിറ്റിയാണ്, അതായത് നമ്മുടെ അമിതഭാരം. അപ്പൊ ഈ ഒരു അമിതഭാരം എന്നുള്ളത് ഇപ്പോൾ വളരെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സൊസൈറ്റിയിൽ വളരെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഒരു അമിതഭാരമുള്ള ആളുകളിൽ ഈ ഒരു പ്രഷറും അതുപോലെ പ്രമേഹവും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ആ ഒരു വ്യക്തിക്ക് അൾഷിമേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മളുടെ വയറിലെ അടുപ്പ് രോഗങ്ങൾ എന്ന് പറയും, അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു വയറിൽ ഈ ഒരു ഫാറ്റ് അടിഞ്ഞുകൂടി നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻ നമ്മളുടെ തലച്ചോറിനെ ബാധിച്ച് നമുക്ക് ഡിമെൻഷ്യ അതുപോലെ അൾഷിമേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അൾസൈമേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമ്മൾ കണ്ടെത്തിയിട്ടില്ല, പക്ഷെ ഒരുപാട് അസുഖങ്ങളുടെ കൂടെ വരാനുള്ള സാധ്യതകളും ഇതിനുണ്ട് എന്നുള്ളതാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്, പക്ഷെ നമ്മളിലേക്ക് അത് എത്തുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ അൾസൈമേഴ്സ് തിരിച്ചറിയാതെ ഉണ്ടാകാം, നമ്മളത് മനസ്സിലാക്കാതെ അതിനനുസരിച്ചുള്ള കെയറും സ്നേഹവും ചേർത്ത് പിടിക്കലും കിട്ടാതെ ആയി പോകുന്ന ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോ എങ്ങനെയാണ് ഇത്തരം അസുഖമുള്ളവരെ നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന്? അൾഷിമേഴ്സ് രോഗമുള്ള ഒരാളെ പരിചരിക്കുന്നത് വളരെ കരുണയോടെയും അതുപോലെ വഴങ്ങിക്കൊടുക്കാനുള്ള സമീപനവും അതാണ് അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിൽ ദൈനംദിന ശീലം സ്ഥാപിച്ചു കൊടുക്കാം. ഇങ്ങനെ സ്ഥാപിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആശയക്കുഴപ്പവും അതുപോലെ ഉത്കണ്ഠയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ഇടറി വീഴാനുള്ള അപകടങ്ങൾ നീക്കം ചെയ്തു കൊടുക്കുക, അപകടകാരിയായ വസ്തുക്കൾ സുരക്ഷിതമാക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. പിന്നെ അതുപോലെ പ്രവർത്തനങ്ങൾ ലളിതമാക്കി കൊടുക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും കൊടുക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഘട്ടങ്ങളാക്കി വിഭജിക്കുക, ആ ഒരു രീതിയിൽ അവർക്ക് പ്രവർത്തനങ്ങൾ ലളിതമാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ വ്യക്തമായിട്ടുള്ളൊരു ആശയവിനിമയം അവരുമായിട്ട് നടത്താം. വളരെ ശാന്തമായി സംസാരിക്കുക, അവരുടെ ആശങ്കകൾ ശ്രദ്ധിക്കുക, അതേപോലെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും വാദിക്കാതെയും തിരുത്താതെയും ഇരിക്കുക. പിന്നെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, സംഗീതം കേൾക്കൽ, അതുപോലെ തോട്ടം നോക്കുക, പഴയ ഫോട്ടോകൾ കാണുക പോലുള്ള അവർക്ക് ഇഷ്ടവും ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അവരെ കെയർ ചെയ്ത് പരിചരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പാടില്ല. അതെ. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് ലക്ഷണങ്ങള്, കാരണങ്ങള്, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇവരെ പരിചരിക്കണം, ഇത്തരം കാര്യങ്ങളെ പറ്റി ഒന്ന് ചർച്ച ചെയ്തു. നമ്മൾ ഒന്നും കൂടി ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് മറവിയാണ്. അതെ, നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ഥലം വരെ പോയി, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അവരെവിടെയോ ചെന്ന് നിന്നു, എവിടെയാ എത്തിയതെന്ന് അവർക്ക് ഓർമ്മയില്ല. സാധാരണ രീതിയിൽ നമ്മളൊക്കെ പറയാറ് പൊട്ടം ധരിച്ചു, ഇങ്ങനെയുള്ള ക്ലീശിയ വാക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും അത് ഒരു 65 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഡിമെൻഷ്യയുടെ, ഈ മെമ്മറി ലോസിന്റെ സിംറ്റംസ് ആണ്. അത് പൊതുവെ ഇവര് നാട്ടുമ്പുറങ്ങളിൽ ചെയ്യാറുള്ളത് ചരട് ജപിച്ച് കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇത്തരത്തിലൊരു നോളജ് ഇന്നും നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടിയിട്ടില്ല. സോ ഇതിനെക്കുറിച്ചൊക്കെ അവയർനെസ് കിട്ടുന്നത് നല്ലതായിരിക്കും.
അതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ചിട്ട അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂള് ഫോളോ ചെയ്യാനുള്ള, അതായത് രാവിലെ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നു. ഇത് 10-20-25 വർഷമായിട്ട് ചിട്ടയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അതിന്റെ താളം തെറ്റുന്ന, ജീവിതത്തിന്റെ താളം തെറ്റുന്ന ഒരു അവസ്ഥയെ തന്നെയാണ് ഈ ഒരു അൾസൈമേഴ്സ് എന്നുകൊണ്ട് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ട് മീൻസ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാ. അവരെ ക്ലോസ് വാച്ച് ചെയ്താലും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ ആയി പോവും. ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് മറന്നു പോവും, വേർഡ്സ് സ്കിപ്പ് ചെയ്ത് പറയും. അതുപോലെ തന്നെ അൾഷൈമേഴ്സ് ഉള്ള ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ദേഷ്യം എന്ന് പറയുന്നത്. അവർക്ക് തീരെ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ അവർക്ക് അവരുടെ സ്വന്തം റിലേറ്റീവ്സ്, നമ്മൾ പറയുന്ന അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അവരുടെ വൈഫിന്റെ അടുത്ത് പോലും അവർക്ക് ആ ഒരു ദേഷ്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം അതും ഇതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഈ ഒരു അസുഖമുള്ള ആളുകള് അവരുടെ ഒരു സാമൂഹ്യപരമായ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ഫ്രണ്ട്സിൽ നിന്ന്, അതുപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ അവർ മാറി നിൽക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് ഈ ഒരു ആളുകളെ എപ്പോഴാണ് മറന്നു പോവുക, എപ്പോഴാണ് അവരെ മറക്കുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് നന്നായിട്ട് മാറി നിൽക്കും. അതെ, അതായത് സ്ഥിരമായിട്ടൊരു സോഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. എന്നെ ഓർമ്മയുണ്ടോ, കാണുന്ന ആരെയും പരിചയമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവരിത് ചില സമയത്ത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം, എന്നാൽ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിക്കും. ചിലപ്പോൾ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അവര് ഇന്റേണലി ചിലപ്പോൾ അവർക്ക് മറന്നു പോകുമെന്ന് വെച്ചാൽ എഴുതി വെക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും എനിക്കതറിയാം എന്ന് പറഞ്ഞ് വാദിക്കും. പലപ്പോഴും അവർ തന്നെ അവരുടെ ഈ ഒരു അവസ്ഥ പുറത്ത് കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു കിഷ്കിന്ധാകാന്ഡം മൂവിയിലും കാണിക്കുന്നത്. അതായത് വിജയരാഘവൻ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തനിക്ക് രോഗമുണ്ട്, മകനെ കാണുന്നില്ല, അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. മറ്റുള്ളവരിലേക്ക് അത് എന്റെ ഒരു രോഗം എത്തരുത് എന്നുള്ളൊരു പോയിന്റിലാണ് പുള്ളി ജീവിക്കുന്നത്, അല്ലെ? അപ്പോൾ ഈ ഒരു ആളുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർ അത്രയും കാലം ജീവിച്ചിരുന്ന ഒരു ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അല്ലെങ്കിൽ ആളുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത്. അത്രയും കാലം അവരുണ്ടാക്കിയെടുത്ത അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ്. അത് നമുക്ക് ആർക്കായാലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. പല സ്ഥലങ്ങളിലും പരിഹാസ്യനായി പോകും എന്നുള്ള ഭയം, അതൊക്കെ അവരിത് കവറപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പം ഇത്തരം രോഗലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലെ ആരുടെടുത്തെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ കണ്ടുവരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞരുടെ അടുത്ത് അല്ലെങ്കിൽ മാനസിക രോഗ വിദഗ്ധരുടെ അടുത്ത്, ന്യൂറോ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൺസൾട്ട് ചെയ്യേണ്ട രോഗം തന്നെയാണിത്. അപ്പം ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അത് നമ്മൾ സ്വയം തന്നെ അൾസൈമേഴ്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ കെയർ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് അത് ഡോക്ടേഴ്സിലേക്ക് പോവുകയും ഹോസ്പിറ്റലുമായിട്ട് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തേണ്ടത് അനിവാര്യമാണ്. അപ്പം ഡോക്ടേഴ്സ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് ടെസ്റ്റുകൾ, മെമ്മറി ടെസ്റ്റുകൾ, അവരുടെ മറവി ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ അവരിൽ ചെയ്തു നോക്കും. അതുപോലെ തന്നെ MRI, അതുപോലെ തന്നെ CT സ്കാനുകൾ ഡോക്ടേഴ്സ് ചെയ്തു നോക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ മറവി എന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് വൈറ്റമിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കൊണ്ട്, അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളത് കൊണ്ടൊക്കെ മറവികൾ സംഭവിക്കാം. എല്ലാം അൾസൈമേഴ്സ് ആവണമെന്നില്ല. അപ്പൊ ഇത്തരം ബ്ലഡ് ടെസ്റ്റുകൾ കൂടെ ചെയ്തു നോക്കിയാൽ മാത്രമാണ് അൾസൈമേഴ്സ് ആണോ എന്നുള്ളത് നോക്കാൻ പറ്റുക. അത് മാത്രമല്ല, അൾസൈമേഴ്സിന് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്കിത് മാറ്റാൻ പറ്റില്ല. ഒരിക്കലും ഇതിൽ നിന്നൊരു വിടുതൽ നമുക്കില്ല. അവിടെയാണ് നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ സേവനം നമ്മുടെ ആളുകൾക്ക് ആവശ്യം വരുന്നത്. അൾസൈമേഴ്സിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഇതിൽ നിന്നൊരു വിടുതൽ ആ രോഗിക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കിത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് ചെയ്യാം. അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹൃദയാരോഗ്യം നിലനിർത്തുക. അതായത് രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാര എന്നിവയുടെ അളവുകൾ നിയന്ത്രിക്കുക. പിന്നെ ശരീരാഭ്യാസം. ആഴ്ചയിൽ കുറഞ്ഞതൊരു 150 മിനിറ്റെങ്കിലും കൃത്യമായിട്ടൊരു വ്യായാമം നടത്തുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലി ഫോളോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ധാന്യങ്ങളും ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ മാനസികവും സാമൂഹികവുമായി സജീവമാകുക. വായിക്കുക, പുതിയ കഴിവുകൾ അഭ്യസിക്കുക, അതുപോലെ കളിക്കുക.
പിന്നെ സാമൂഹിക ജീവിതം സജീവമാക്കുക ഇതിലൂടെ. പിന്നെ അതുപോലെ പുകവലി ശീലമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മദ്യപാനം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതും നമുക്ക് ഈ ഒരു അൽസൈമേഴ്സ് തടയുന്നതിന് ഒരു പ്രതിരോധ മാർഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ജീവിതശൈലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അൾസൈമേഴ്സ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് എല്ലാ രോഗത്തിൽ നിന്നും മാറി നിൽക്കുന്ന പോലെ തന്നെ നല്ലൊരു ജീവിതശൈലി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, അത് പറഞ്ഞ പോലെ പുകവലി, മദ്യപാനം, നല്ല ഭക്ഷണം കഴിക്കുക, നല്ലോണം വ്യായാമം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതശൈലിയും ഒപ്പം ഇത്തരം രോഗത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിച്ചത് WMOIG ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം അധ്യാപകരാണ്. ഇന്ന് അൽസൈമേഴ്സ് ദിനത്തിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളും ഒരു ബോധവൽക്കരണ പാനൽ ഡിസ്കഷനുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.